ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. ശനിയാഴ്ച നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, FL8 ലൈസൻസ് നൽകാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്ന്? 1984 ഫെബ്രുവരി 23. കള്ളിനെ നിർവചിച്ചിരിക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 3(8). കള്ളിൻ്റെ കയറ്റുമതി ഇറക്കുമതി പെർമിറ്റ് നൽകാനുള്ള അധികാരം ആർക്കാണ്? എക്സൈസ് കമ്മീഷണർക്ക്. നിറങ്ങളോ ഫ്ലേവറുകളോ ചേർക്കാത്ത കൺട്രി സ്പിരിറ്റിനെ വിളിക്കുന്ന പേര്? ചാരായം. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3(6)(a). സിന്തറ്റിക് റബ്ബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ്. ട്രാൻസ്പെറൻറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത്? ഡീനാച്ചുറഡ് സ്പിരിറ്റ്. 10 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയുള്ള NDPS കുറ്റകൃത്യങ്ങളുടെ ജാമ്യത്തിൻ്റെ നടപടികൾ വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 37. റവന്യൂ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന് NDPS നിയമപ്രകാരം സെർച്ച് നടത്താൻ അധികാരം നൽകിയിട്ടുള്ള വകുപ്പ് സെക്ഷൻ 42(1). 250 ഗ്രാമിൽ കൂടുതൽ ഹെയർ ഓയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താൽ അതേത് അളവിൽ ഉൾപ്പെടുത്തും? കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. NDPS നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ രാസപരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിൽ നൽകണം? 72. ഒരു അംഗീകരിക്കപ്പെട്ട മെഡിക്കൽ പ്രാക്ടീഷണർക്ക് കൈവശം വയ്ക്കാവുന്ന മോർഫിൻ്റെ അളവ്? 2 ഗ്രാംസ്. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ മാനുഫാക്ചേർഡ് ഡ്രഗ്സ് കൈവശം വയ്ക്കുന്നതിന് മുമ്പായി ആരുടെ മുന്നിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഓപ്പിയം നിർവചിച്ചിരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 2(15). ഓപ്പിയത്തിൻ്റെ അനധികൃത കൃഷി നിരോധിച്ചിരിക്കുന്നത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 8. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന സാമ്പിൾ കള്ളിൻ്റെ അളവ് 500 ml. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്താൻ അധികാരം നൽകുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 44. അബ്കാരി നിയമത്തിലെ 30-31 വകുപ്പുകൾ പ്രകാരം സെർച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? പ്രിവൻറ്റീവ് ഓഫീസറിൽ കുറയാത്ത റാങ്ക്. കോട്ട്പ നിയമത്തിലെ സെക്ഷൻ 3(1) എന്തിനെ നിർവചിക്കുന്നു? പൊതുസ്ഥലം. നിയമവിധേയമല്ലാത്ത മദ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാറണ്ടില്ലാതെ അബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 34. അബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ചുമതലയുള്ളത് ആർക്ക്? ഗവൺമെൻറ്റിന്. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്താൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 44. മദ്യനിർമ്മാതാക്കൾക്ക് സ്പിരിറ്റ് വാങ്ങാനുള്ള ഡിസ്റ്റിലറീസ് ഏതാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? എക്സൈസ് കമ്മീഷണർ. കേരളത്തിൽ ബോണ്ടഡ് വെയർഹൗസുകൾ നിർത്തലാക്കിയത് ഏത് വർഷത്തെ ഓർഡർ പ്രകാരമാണ്? 1994. ബിയറിനു മേൽ നടപ്പിലാക്കുന്ന ഡ്യൂട്ടി ഏത് തരത്തിലുള്ളതാണ്? ലക്ഷറി ടാക്സ്. വാർണിഷ് റൂൾസ് പുതുക്കാനുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് ഏത് മാസത്തിലാണ്? ഡിസംബർ. ഒരു എക്സൈസ് ഡിവിഷൻ്റെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ലഹരിവിരുദ്ധ ക്യാമ്പയിനിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഓഫീസർ ആരാണ്? ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ. വിദേശമദ്യം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ളത് ഏത് ലൈസൻസ് ഉള്ളവർക്കാണ്? FL3. ഒരു വ്യക്തിക്ക് പെർമിറ്റ് ഇല്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്ര?
13.5 ലിറ്റർ. മിലിറ്ററി യൂണിറ്റുകളുടെ ക്യാൻറ്റീന്, മെസ്സ് എന്നിവയിൽ വിദേശ മദ്യം നൽകുന്നത് ഏത് ലൈസൻസ് പ്രകാരമാണ്? FL8. FL3 പെർമിറ്റുള്ള വിദേശ മദ്യ ഷോപ്പുകൾക്ക് SC/ST കോളനികളിൽ നിന്ന് എത്ര അകലെയായിട്ടാണ് ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്? 200 മീറ്റർ. വിദേശ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട FL6 പ്രത്യേക ലൈസൻസുകൾ നൽകാൻ അധികാരമുള്ളത് ആർക്ക്? എക്സൈസ് കമ്മീഷണർ. അറസ്റ്റിന്റെ നടപടികൾ വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പ്. സെക്ഷൻ 40. ഡിസ്റ്റിലറികളുടെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ അധികാര പരിധി എവിടെ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? സംസ്ഥാനം മുഴുവൻ. നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരിച്ചെടികൾ അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന NDPS നിയമവകുപ്പ്. സെക്ഷൻ 48. പോലീസ് ഉദ്യോഗസ്ഥന് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുണ്ടെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പ്. സെക്ഷൻ 78. കോഴിക്കോട് ജില്ലയിൽ NDPS കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി നിലവിലുള്ളത് എവിടെ? വടകര. NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഏത് റാങ്കിൽ കുറയാത്ത എക്സൈസ് ഉദ്യോഗസ്ഥനായിരിക്കണം? എക്സൈസ് ഇൻസ്പെക്ടർ. അബ്കാരി ഉദ്യോഗസ്ഥർ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ്? സെക്ഷൻ 38. എക്സൈസ് കമ്മീഷണർക്ക് മദ്യസംഭരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 14. അബ്കാരി നിയമപ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളെ ആരുടെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്? മജിസ്ട്രേറ്റ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റലായി നിർമ്മിക്കുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന IT നിയമവകുപ്പ്. സെക്ഷൻ 67B. ലഹരി പാനീയങ്ങളിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടെത്താൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈഡ്രോമീറ്റർ. വിദേശ മദ്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുന്നതിന് അധികാരമുള്ളത് ഏത് റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർ മുതൽക്കാണ്? എക്സൈസ് ഇൻസ്പെക്ടർ. ചില്ലറ കള്ള് വിൽപ്പനശാലകൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണ് പ്രവൃത്തി സമയം നിശ്ചയിച്ചിരിക്കുന്നത്? 12 മണിക്കൂർ. കേരള സംസ്ഥാന ബിവറേജസ് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന് ഏത് ലൈസൻസിൻ്റെ പ്രിവിലേജ് പ്രകാരമാണ് സംസ്ഥാനം മുഴുവൻ ഹോൾസെയിലായി മദ്യവിൽപ്പന നടത്താൻ കഴിയുന്നത്? FL9 ലൈസൻസ്. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? 180 ml. മാനുഫാക്ചേർഡ് ഡ്രഗിൻ്റെ നിർവചനം NDPS നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 2(xi). സെക്ഷൻ 2(11). NDPS നിയമപ്രകാരം കേസിനെക്കുറിച്ച് വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 72. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്നത് മദർ ലിക്കർ. കള്ളുഷാപ്പ് നടത്തിപ്പിനായി ഏജന്റിനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ്. കള്ളുഷാപ്പുകൾ പരിശോധിക്കുന്നത് ഏത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണമെന്നാണ് അബ്കാരി നിയമത്തിൽ പറയുന്നത്? പ്രിവന്റീവ് ഓഫീസർ. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരാളോട് തെളിവ് നൽകുന്നതിനായി ഹാജരാകാൻ ആവശ്യപ്പെടാവുന്നത്? സെക്ഷൻ 44. കേരളത്തിന് പുറത്തുനിന്ന് സ്പിരിറ്റ് ഇറക്കുമതിക്കുള്ള പെർമിറ്റ് നൽകാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാര്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. DDT നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഡീനാച്ചുറഡ് സ്പിരിറ്റ്. കോട്ട്പ നിയമം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ ലക്ഷ്യപൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 47. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21. ഡ്രൈ ഡേയ്സ് ഏതെല്ലാമാണെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. സിഗരറ്റ് പാക്കറ്റ് മുകളിലെ മുന്നറിയിപ്പിൻ്റെ ഭാഷകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള കോട്ട്പ നിയമവകുപ്പ്. സെക്ഷൻ 9. പുകയില ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ വസ്തുക്കൾ കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും അധികാരമുള്ളത് ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? കേന്ദ്ര സർക്കാർ. IT നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷം 2008. IT നിയമം 43A വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുകയുടെ പരിധി എത്രയാണ്? 5 കോടി രൂപ. IT നിയമത്തിലെ 66C വകുപ്പ് പ്രകാരം പിഴത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ വരെ. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വഞ്ചന നടത്തുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ്? സെക്ഷൻ 66D ഓഫ് IT ആക്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്കോ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനോ ഭീഷണി ഉണ്ടാകുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിച്ചിരിക്കുന്ന IT നിയമവകുപ്പ്. സെക്ഷൻ 66F. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിരോധിക്കുന്ന കോട്ട്പ നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 4.
NDPS നിയമത്തിലെ 31A വകുപ്പ് ഏതുതരം ശിക്ഷയ്ക്കുള്ള സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു? വധശിക്ഷ. NDPS നിയമത്തിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ നിയന്ത്രണത്തിനായുള്ള ദേശീയ ഫണ്ടിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 7A. അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യത്തിൻ്റെ ഗതാഗത അനുമതി. മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരിക്കുകയോ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ NDPS നിയമപ്രകാരം ശിക്ഷ എന്ത്? 1 വർഷം തടവല്ലെങ്കിൽ പിഴയല്ലെങ്കിൽ രണ്ടും കൂടി. ചാരായ കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 8(1). ഇന്ത്യൻ നിർമ്മിതമായോ ഇറക്കുമതി ചെയ്തിട്ടുള്ളതുമായ സ്പിരിറ്റിൽ കളർ, ഫ്ലേവർ എന്നിവ ചേർത്ത് വിദേശ മദ്യം നിർമ്മിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കോമ്പൗണ്ടിങ്. FL1 പ്രകാരമുള്ള മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നത് ആരാണ്? അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. FL11 ലൈസൻസ് ഏതെല്ലാം മദ്യവിൽപ്പനശാലയ്ക്കാണ് അനുമതി നൽകുന്നത്? ബിയർ, വൈന്. അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് പ്രകാരം ഏതുതരം മദ്യത്തെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? കള്ള്. അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പാണ് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് മദ്യം വിൽക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്? സെക്ഷൻ 15B. അബ്കാരി നിയമപ്രകാരം കള്ള്, ചാരായം എന്നിവ നിർവചിച്ചിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ്? കൺട്രി ലിക്കർ. ബിയറിന് നിർവചനം നൽകിയിട്ടുള്ളത് അബ്കാരി നിയമവകുപ്പ് ഏത്? സെക്ഷൻ 3(11). മദ്യം കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ 11. ഡിസ്റ്റിലറീസ്, വെയർഹൌസ് തുടങ്ങിയവ നിർവചിക്കുന്നതിന് അനുമതി നൽകുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ. മദ്യ ലൈസൻസിന്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ 24. ഓപ്പിയം നിർവചിച്ചിരിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് സെക്ഷൻ 2(15). 2XV. നീര. കേരള സ്വീറ്റ് ടോഡി നീര റൂൾസ് നിലവിൽ വന്ന വർഷം 2014. നീരയുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം നീര ശേഖരിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ. നീര ശേഖരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം പരമാവധി എത്ര തെങ്ങിൽ നിന്ന് നീര ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് നീരയുമായി ബന്ധപ്പെട്ട റൂളിൽ പറഞ്ഞിരിക്കുന്നത്? 20. മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി രൂപവൽക്കരിക്കുന്ന ഭരണസമിതിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 7. ചെയർമാനും 6 അംഗങ്ങളും. ചെയർമാൻ പ്ലസ് 6 അംഗങ്ങൾ. കഞ്ചാവ് ചെടി വളർത്തുന്നത് തടയുന്നത് NDPS നിയമത്തിലെ ഏത് അധ്യായ പ്രകാരമാണ്? അധ്യായം 3. NDPS നിയമത്തിലെ 15-ാം വകുപ്പ് പ്രകാരം കറുപ്പ് ചെടിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നത് വ്യാവസായിക അളവിനേക്കാൾ കുറവാണെങ്കിൽ ശിക്ഷ എന്ത്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇന്ത്യയിൽ നിന്ന് നിയമവിധേയമല്ലാതെ ലഹരി വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള NDPS നിയമവകുപ്പ് ഏത്? സെക്ഷൻ 23. ലഹരി വസ്തു നിർമ്മാണ ലൈസൻസ് ലഭിച്ചവർ അത് ലംഘിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന NDPS നിയമവകുപ്പ് സെക്ഷൻ 26. മൊളാസസിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എക്സൈസ് വകുപ്പ്. അബ്കാരി നിയമത്തിൽ നിലവിലുള്ള വകുപ്പുകളുടെ എണ്ണം 108. മദ്യനിർമ്മാണം, ഗതാഗതം, കൈവശം വയ്ക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നിയമനിർമ്മാണത്തിന് വിധേയമാണെന്ന് വിശദീകരിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 7. എക്സൈസ് നികുതി പിരിക്കാൻ സംസ്ഥാനമൊട്ടാകെ അധികാര പരിധിയുള്ളത് ആർക്കാണ്? എക്സൈസ് കമ്മീഷണർക്ക്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.